നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം കുറയുന്നതായി ലോക ബാങ്ക്. ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യക്ക് നേട്ടം. കയറ്റുമതി $40 ബില്യൺ കടന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര കരാർ ഒക്ടോബർ 1 മുതൽ 4 രാജ്യങ്ങളുമായി കരാർ. ഇന്ത്യക്കുള്ള വ്യോമ ഗതാഗത വിലക്ക് പാകിസ്ഥാൻ വീണ്ടും നീട്ടി. ഓഗസ്റ്റ് 24 വരെയാണ് നിരോധനം. കവച് സംവിധാനം കേരളത്തിലും. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സുരക്ഷാ സംവിധാനമാണ് കവച്. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം കുറഞ്ഞു വരുന്നതായി ലോക ബാങ്ക് റിപ്പോർട്ട്. സമത്വമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ലോകത്തിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നതായി സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക സമത്വം അളക്കുന്ന സൂചികയായ ഗിനി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ 25.5 പോയിന്റുകളിലേക്ക് ഉയർന്നു. 2011-2012 കാലത്ത് ഇത് 28.8 പോയിന്റായിരുന്നു. 2011-നും 2022-നും ഇടയിൽ ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി ലോകബാങ്ക് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. എന്നാൽ വരുമാന സർവേകളും ഉപഭോഗ സർവേകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗിനി സൂചിക ഉയർന്നതാണ്. ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗിനി സൂചികയാണെങ്കിൽ കുറവാണ് കാണിക്കുന്നത്, പ്രത്യേകിച്ച് താഴ്ന്ന ഇടത്തരം വരുമാനമുള്ളവരിൽ. ഇത് പക്ഷേ അസമത്വത്തിന്റെ സൂചനയാണ്. ഉപഭോഗം അടിസ്ഥാനമാക്കിയുള്ള സൂചികയിൽ വർഷം തോറും താഴ്ചയാണ് കാണിക്കുന്നത്. എന്നാൽ അതിദരിദ്രരുടെ എണ്ണം ക്രമത്തിൽ കുറയുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതി $40 ബില്യൺ കടന്നെന്ന് റിപ്പോർട്ട്. ഇന്ത്യ അടുത്ത വർഷത്തിൽ ലോകത്തിലെ മുൻനിര 5 സെമി കണ്ടക്ടർ നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്നാകുമെന്ന് കേന്ദ്ര വിവര സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 8 ഇരട്ടി വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ $40 ബില്യൺ കയറ്റുമതിയാണ് കൈവരിച്ചത്. ഈ വർഷം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത വർഷങ്ങളിൽ ലോകത്തിലെ മുൻനിര 5 സെമി കണ്ടക്ടർ നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്നാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ തന്നെ 4G ടെലികോം സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്യുകയും 90,000 ടെലികോം ടവറുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വിപുലമായ നെറ്റ്വർക്കാണ് ഇന്ത്യയിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വേഗത്തിൽ പുരോഗമിച്ചു വരികയാണ്. 2027 പ്രവർത്തനക്ഷമമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. യൂറോപ്യൻ യൂണിയനിലെ 4 രാജ്യങ്ങളുമായാണ് സ്വതന്ത്ര കരാർ എന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. സ്വിറ്റ്സർലാൻഡ്, ഐസ്ലാൻഡ്, ലിറ്റൻസ്റ്റീൻ, നോർവേ എന്നീ രാജ്യങ്ങളുമായാണ് കരാർ. യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര അസോസിയേഷൻ അംഗങ്ങളാണ് ഇവർ. കഴിഞ്ഞ മാർച്ചിലാണ് ഇത് സംബന്ധിച്ച ആദ്യ കരാർ ഒപ്പിട്ടത്. കരാർ അനുസരിച്ച് സ്വിസ് വാച്ചുകൾ, ചോക്ലേറ്റുകൾ, പോളിഷ് ചെയ്ത വസ്ത്രങ്ങൾ എന്നിവ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാം. ഇതനുസരിച്ച് ഇന്ത്യയിൽ വിലയിൽ മാറ്റം വരാം. 10 വർഷത്തിനുള്ളിൽ $50 ബില്യൺ നിക്ഷേപമാണ് ധാരണ. ഇത് ഇന്ത്യയിൽ 10 ലക്ഷം നേരിട്ടുള്ള തൊഴിൽ ലഭിക്കും. കഴിഞ്ഞ വർഷം ഇതേ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം $24.4 ബില്യൺ ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കൂടിയത്. സ്വർണം ഗ്രാമിന് 9,170 രൂപയും പവന് 73,360 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 15 രൂപ ഉയർന്ന് 7,520 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ തുടരുകയാണ്. ഗ്രാമിന് 123 രൂപയിലാണ് കച്ചവടം. കേരള വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാനും സാധ്യത. തിരുവനന്തപുരത്ത് നിന്ന് അമൽ ചേരുകയാണ്. അമൽ, ഏതൊക്കെ ജില്ലയിലാണ് മുന്നറിയിപ്പുള്ളത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കും 21 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് നിലവിലുള്ളത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും
റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിലായി നിലവിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. 24ഓടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വാമനപുരം നദിയിൽ സംസ്ഥാന ജലസേചന വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള നീരൊഴുക്ക് കാരണം മലങ്കര അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് സുരക്ഷിതമായി ക്രമീകരിക്കുന്നതിനായി ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി 200 സെൻറ്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുണ്ട്. അതിനാൽ മൂവാറ്റുപുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 22 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കടലാക്രമണത്തിനുള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് അമലാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മൃതദേഹം സംസ്കരിച്ചു. ശാസ്താംകോട്ട വിളന്തറയിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അമ്മ സുജയും അച്ഛൻ മനുവും അന്ത്യചുംബനം നൽകി. അനിയൻ സുജിനാണ് മിഥുന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. സ്കൂളിൽ വെച്ച് കളിക്കുന്നതിനിടെ സ്കൂളിലെ ഷെഡിനു മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മിഥുന് ദാരുണാന്ത്യം സംഭവിച്ചത്. സംസ്ഥാനത്തെ മൺപാത്ര നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. മൺപാത്രങ്ങൾ വിറ്റഴിക്കാനാകാത്തതും സർക്കാരിന്റെ അവഗണനയുമാണ് ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നത്. പാരമ്പര്യ തൊഴിലുകളിൽ നിന്നും മിക്കവരും വിട്ടകന്നപ്പോഴും കുലത്തൊഴിലിനെ ചേർത്തുപിടിച്ച മൺപാത്ര നിർമ്മാണക്കാർ ഉൾപ്പെടെയുള്ളവരുടെ അവസ്ഥ ഇന്ന് തീർത്തും ദയനീയമാണ്. കളിമണ്ണ് കിട്ടാനില്ലാത്തതും നിയമങ്ങളുടെ നൂലാമാലകളുമാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. കളിമണ്ണ് ലഭിച്ചാൽ തന്നെ അത് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ നിയമക്കുരുക്കുകളാണ് നേരിടേണ്ടി വരുന്നതെന്നും ഇവർ പറയുന്നു. ഇപ്പം നമ്മുടെ ഈ മൺപാത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കളിമണ്ണിൻ്റെ ഒരു ലഭ്യത കുറവാണ്. അത് എടുക്കാനായിട്ടുള്ള ഒരു പ്രയാസം നമുക്കുണ്ട്. കാരണം അത് ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലല്ല. കാരണം നല്ല ക്വാളിറ്റി ക്ലേ കിട്ടാൻ ഉള്ള പ്രയാസമുണ്ട്. അതുപോലെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ എടുക്കേണ്ട ഒരു പ്രയാസമുണ്ട്. കാരണം അത് നമ്മൾ എടുത്ത് ഇൻ കേസ് കൊണ്ടുവന്നാൽ തന്നെ അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് അവർ ലോറി ഉൾപ്പെടെ അത് പിടിക്കുന്ന രീതിയും വലിയ എമൗണ്ട് പിഴയായിട്ട് അടയ്ക്കുന്ന ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ മേഖലയിലോട്ട് വലിയ പ്രയാസമാണ് ഇപ്പോൾ ക്ലേ കിട്ടാനായിട്ട്. അതൊരു മെയിൻ പ്രശ്നമാണ്. നിർമ്മിച്ച മൺപാത്രങ്ങളും മറ്റുൽപ്പന്നങ്ങളും വിൽക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. വേണ്ടത്ര വിപണി സാധ്യത ലഭിക്കാത്തതിനാൽ സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതുകാരണം പുതിയ തലമുറ ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. കളിമൺ ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ഇതിനായുള്ള നിയമങ്ങൾ ലഘൂകരിക്കണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു എക്സിബിഷനോ അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിപണനം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓർഡർ അങ്ങനെയുള്ള വർക്കുകളായിരിക്കണം. ഇപ്പോഴും നമുക്ക് ഈ അതിനൊരു സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തു തന്നാൽ കുറച്ചുകൂടി മാർക്കറ്റിംഗ് ഒരു ഇത് വരും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം കുറയുന്നതായി ലോകബാങ്ക്. ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക്.
ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യക്ക് നേട്ടം. കയറ്റുമതി $40 ബില്യൺ കടന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര കരാർ ഒക്ടോബർ 1 മുതൽ 4 രാജ്യങ്ങളുമായി കരാർ. ഇന്ത്യക്കുള്ള വ്യോമ ഗതാഗത വിലക്ക് പാകിസ്ഥാൻ വീണ്ടും നീട്ടി. ഓഗസ്റ്റ് 24 വരെയാണ് നിരോധനം. കവച് സംവിധാനം കേരളത്തിലും. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സുരക്ഷാ സംവിധാനമാണ് കവച്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.